നമസ്കാരം. രാജ്യചരിത്രത്തിൽ തന്നെ ഏറ്റവും ജനപ്രിയമായ ബഡ്ജറ്റാണ് മൂന്നാം മോദി സർക്കാരിന്റെ കീഴിൽ നിർമ്മല സീതാരാമൻ നടത്തിയത് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഏത് ഭാരതീയ ജനതയ്ക്കുള്ള ഒരു പുതുവത്സര സമ്മാനം തന്നെയാണ് നിർമ്മല സീതാരാമന്റെ ഈ ബഡ്ജറ്റ്. കോൺഗ്രസിന്റെ ഭരണത്തിൽ പോലും ഇത്രയും ജനപ്രിയമായ ഒരു ബഡ്ജറ്റ് ഉണ്ടായിട്ടില്ല. ഭാരത വികസിത രാജ്യമാകണം എങ്കിൽ പണം നല്ല രീതിയിൽ വിപണിയിൽ ചെലവഴിക്കുമ്പോൾ മാത്രമേ നല്ല രീതിയിൽ ഭാരതത്തിന് ഒരു വികസനം ഉണ്ടാകൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നിർമ്മല സീതാരാമന്റെ ഈ വമ്പൻ നീക്കം. അതുകൊണ്ട് തന്നെയാണ് നികുതി തന്നെ പിൻവലിക്കാൻ ഉള്ളൊരു ഐതിഹാസികമായ ഒരു നീക്കം ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്നുമുണ്ടായത്. രാജ്യത്തിന്റെ വികസനം ഒരു ബഡ്ജറ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ബഡ്ജറ്റ് കഴിഞ്ഞാലും കേന്ദ്രത്തിന് സംസ്ഥാനങ്ങളെ ഇനിയും അകമറന്ന് സഹായിക്കാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. ആദായ നികുതിയിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു സുവർണ ഇളവാണ് ധനമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 12 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതി ഇല്ല എന്നതാണ് ചരിത്ര പ്രഖ്യാപനം. മധ്യ ഇടത്തരം വിഭാഗക്കാർക്കായി വൻ ഇളവാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 12 ലക്ഷം വാർഷിക വരുമാനമുള്ളവർക്ക് 80,000 രൂപ ഇനി ലാഭിക്കാം. 18 ലക്ഷമുള്ളവർക്ക് 70,000 രൂപയും ഇനി ലാഭിക്കാം. 25 ലക്ഷമുള്ളവർക്ക് 1.1 ലക്ഷം രൂപയുടെ നേട്ടമാണ് പ്രഖ്യാപനത്തിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. ഉപയോഗം കൂട്ടാനുള്ള ധനമന്ത്രിയുടെ സർജിക്കൽ സ്ട്രൈക്കായാണ് ഇത് വിശേഷിപ്പിക്കപ്പെടുന്നത്. മധ്യവർഗത്തിന്റെ ഉപയോഗശേഷി കുറയുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. നികുതി ഇളവ് വരുത്തിക്കൊണ്ട് മധ്യവർഗത്തിന്റെ പോക്കറ്റിലേക്ക് കൂടുതൽ പണം എത്തിക്കാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. അതുവഴി ഒരു പോക്കറ്റിൽ നിന്നും മറ്റൊരു പോക്കറ്റിലേക്ക് പണങ്ങൾ അങ്ങനെ കൈമാറി രാജ്യം 2047 ഒരു വികസിത രാജ്യമായി ഇന്ത്യ മാറുന്നു എന്നതിൻ്റെ ഒരു തെളിവിലേക്ക് ആദ്യ ചുവടുവെപ്പാണ് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത് വിപണിയിലേക്ക് ഇറങ്ങി വിപണിയെ കൂടുതൽ ഒരു ചഞ്ചലാത്മകമാക്കാനാണ് നിർമ്മല സീതാരാമന്റെ ലക്ഷ്യം. ആദായ നികുതി പരിധി 10 ലക്ഷം വരെ ആക്കുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ ആ പ്രതീക്ഷകൾക്കെല്ലാം അപ്പുറത്തേക്ക് ഒരു ചരിത്ര പ്രഖ്യാപനമായി 12 ലക്ഷത്തിലേക്കാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് ഒരു മാസ്മരികമായ ഒരു പ്രഖ്യാപനം നടത്തിയത്. ഭരണപക്ഷം ഇതെല്ലാം കൈയടിക്കുകയും കൂടെ പ്രതിപക്ഷവും ഇത് കൈയടിച്ച് സ്വാഗതം ചെയ്തു. വയോജനങ്ങൾക്ക് നികുതി ഇളവ് സംബന്ധിച്ച് വൻ പ്രഖ്യാപനവും ബഡ്ജറ്റിലുണ്ടായി. പ്രായമായവർക്ക് 4 വർഷത്തേക്ക് പുതുക്കിയ റിട്ടേണുകൾ ഫയൽ ചെയ്യാനും കഴിയും. TDS പലിശ പരിധി മുതിർന്ന പൗരന്മാർക്ക് 50,000 രൂപയിൽ നിന്ന് 1 ലക്ഷം രൂപയാക്കി. അതേസമയം രാജ്യം പുതിയ ആദായ നികുതി നയത്തിലേക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ ബില്ല് അടുത്ത ആഴ്ചയോടുകൂടി വരും. അതോടുകൂടി ഒരു പുതിയ ആദായ നികുതിയിലേക്ക് രാജ്യം ചുവടുവെക്കുകയാണ്. ഇൻഷുറൻസ് മേഖലയിൽ 100% പ്രത്യക്ഷ വിദേശ നിക്ഷേപത്തിലേക്കാണ് പോകുന്നത്. ഇൻഷുറൻസ് മേഖലയിലെ വിദേശ നിക്ഷേപ പരിധി 74% നിന്ന് 100%. കമ്പനി ലയങ്ങൾക്ക് അതിവേഗ പദ്ധതി ഉണ്ടാകുമെന്നാണ് ബഡ്ജറ്റിൽ പ്രഖ്യാപനം. കൂടാതെ വ്യവസായ സൗഹൃദ നയങ്ങൾ വിപുലമാകും. സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കും. കൂടാതെ ധനകമ്മി കടം കുറയ്ക്കുന്ന തരത്തിലേക്ക് പുനഃക്രമീകരിക്കും. കസ്റ്റംസ് താരിഫ് പ്രയോഗമാകുന്നുവെന്ന് ധനമന്ത്രി വ്യക്തമാകുന്നുണ്ട്. 2025-26 ധനകമ്മി 4.4%. പുതിയ ആദായ നികുതി ബില്ലിൽ ലളിതമായ വ്യവസ്ഥകളാകാണ് ധനമന്ത്രി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. വ്യക്തിഗത ആദായ നികുതി പരിഷ്കാരം അവസാനിക്കും. TDS TCS പ്രായോഗികമാകും. TDS പരിധി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. വാർഷിക പരിധി വാടകയിന്മേൽ 6 ലക്ഷമാക്കി ഉയർത്തി. ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്ക് TDSഉം TCSഉം ബാധകമാകും. എന്തായാലും ചരിത്രപരമായ ഒരു പ്രഖ്യാപനമാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലോകത്തെ ആകമാനം, അതായത് ഭാരതീയരെ ആകമാനം ഞെട്ടിക്കുന്ന തരത്തിലേക്കാണ് ധനമന്ത്രി ഒരു ആദായ നികുതി ഇളവ് തന്നെ വരുത്തിയിരിക്കുന്നത്. 10 ലക്ഷം വരെ ആകും ഒരു കുറവ് വരിക എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ വിദഗ്ധരും സാമ്പത്തിക വിദഗ്ധരും എല്ലാം ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ മേലേക്ക്, അതായത് അതുക്കും മേലെ ഒരു 12 ലക്ഷം ഒരു കുറവ് ആദായ നികുതി 12 ലക്ഷമുള്ളവർക്ക് ഇനി മുതൽ നികുതിയിൽ ഒരു ഇളവ് വരുത്തിക്കൊണ്ടുള്ള ഒരു ചരിത്രപരമായ ഒരു പ്രഖ്യാപനം. ഈ ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഈ ചരിത്രപരമായ പ്രഖ്യാപനം ഇനി രാജ്യത്തിന്റെ അങ്ങോട്ടുള്ള നായികക്കല്ലുകളിൽ ഇത് മഹാചരിത്രമായി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, Iron Build, Gujarat.